അനുഗ്രഹിക്കണേ കരുണാമയി. ദേവി മഹാലക്ഷ്മി രക്ഷിക്കണേ. നാഗദൈവങ്ങളെ, ശക്തി സ്വരൂപിണി, മഹാമായേ രക്ഷിക്കണേ. എക്സ്ക്യൂസ് മീ, സെക്കൻഡ് പീരീഡ് ക്ലാസ്സിൽ എവിടെയാണ്? അവിടെയാണ്. ഇന്ന് സമരമായതുകൊണ്ട് ക്ലാസ്സുകളെല്ലാം വിട്ടു. ഇന്ന് സമരമാ. നേരത്തെ കാലത്ത് എല്ലാവർക്കും പോകാം. ആര് പോകാനാ? ഇയാൾ ഈ കോളേജിൽ പഠിക്കുകയാണോ? അതെ. ഏത് ക്ലാസ്സിലാ? സെക്കൻഡ് DC കെമിസ്ട്രിയാ. അനിൽ 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 ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. അനിൽ സെക്കൻഡ് DC കെമിസ്ട്രിയിലല്ലേ പഠിക്കുന്നത്? അതെ. അനക്കണ്ട്. ഇപ്പൊ നോക്കണ്ട. ആ ജുബാക്കാരൻ പയ്യനെ ശ്രദ്ധിച്ചു. അവൻ അനിലിന്റെ ക്ലാസ്സിലാണോ പഠിക്കുന്നത്? എന്റെ ക്ലാസ്സിലല്ലേ? ആ പോയിക്കോ പോയിക്കോ. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. ഇയാളോ? അല്ല, താങ്കൾ തന്നെ. വരണം. ഞാനോ? വരണം വരണം മിസ്റ്റർ. ഇയാൾ സെക്കൻഡ് DC കെമിസ്ട്രി എന്നല്ലേ പറഞ്ഞത്? അല്ലല്ലോ. പിന്നെ ഞാൻ സെക്കൻഡ് DC സുവോളജി എന്നല്ലേ പറഞ്ഞത്? കെമിസ്ട്രി എന്നല്ലേ പറഞ്ഞത്? അല്ല, സംശയം ഉണ്ടെങ്കിൽ ഞാൻ ക്ലാസ്സിൽ പോയി ഐഡന്റിറ്റി കാർഡ് കൊണ്ടുവരാം. പോട്ടെ. എന്താ രാവിലെ? ജാനകിയമ്മ എന്നെ അന്വേഷിക്കുന്നു പറഞ്ഞു. ജാനകിയമ്മയല്ല, ഞാനാ ശോഭയെ കാണണമെന്ന് പറഞ്ഞത്. രാജു? അതെ. ഒരു പ്രധാന കാര്യം ശോഭയോട് പറയാനുണ്ടായിരുന്നു. എനിക്ക് സാഹിത്യമൊന്നും വലിയ പിടിയില്ല. എന്റെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ ഞാൻ വളച്ചിട്ടില്ല ശോഭയോട് പറയാം. സിനിമയിലും നോവലിലും ഒക്കെ മാത്രം നടക്കുന്നതാണെന്ന് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ എനിക്കുണ്ടായിരിക്കുന്നു. ശോഭയെ കണ്ട ആദ്യ നിമിഷം തന്നെ ഇതാണ് ആഫ്രിക്കൻ റോസ്. ഇതിനൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിന്റെ ഇലയേക്കാൾ ഭംഗി ഇതിന്റെ പൂവിനാണ്. പിന്നെ ഇത് എന്താ വെച്ചൂടെ? അതായത് ശോഭയ്ക്ക് കുറച്ച് പൂക്കൾ വേണമെന്ന്. ഇനി പിന്നീടാകട്ടെ. എന്നാ ശരി.
ആ പിന്നെ അതാ ഇതാണ് നമീബിയൻ റൂം. കേറി വരാൻ കണ്ടൊരു സമയം. അല്ല, എന്താ ഇവിടെ? അല്പം പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചോളാന്ന് വിചാരിച്ചിറങ്ങിയതാ. എന്നിട്ട് ആസ്വദിച്ചോ? ഏയ് തുടങ്ങിയല്ലേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു കുളിക്കാൻ വന്നതായിരിക്കുമെന്ന്. കുളിക്കാനോ? എനിക്ക് നീന്തറിയില്ല. പുഴയിൽ കുളിക്കുന്നതിന് നീന്തറിയണമെന്നുണ്ടോ? അതില്ല. അല്ലെങ്കിൽ ഞാനെന്തിനാ കള്ളമൊക്കെ പറയുന്നത്? ശോഭയെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നെയോ? അതെ. എന്തിന്? അത് പിന്നെ ശോഭയ്ക്ക് അറിയില്ലേ? ഇല്ല. ഞാനിങ്ങനെ ശോഭയുടെ പുറകെ നടക്കുന്നത് എന്തിനാണെന്ന് ശോഭയ്ക്ക് അറിയില്ലേ? എന്നാലും ഞാൻ പറയാം. ശോഭയെ ഇഷ്ടമുള്ളതുകൊണ്ട്. ശോഭയെ ഞാൻ വളരെ വളരെ ഇഷ്ടപ്പെടുന്നു. അത്രയ്ക്ക് ഇഷ്ടമാണോ? അതെ. ശോഭയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ ഒരുക്കമാണ്. എന്തും. എങ്കിൽ നോക്കട്ടെ, ഈ പുഴയിലൊന്ന് ചാടാമോ? എനിക്ക് നീന്തറിയില്ല. രാജു, ഇതാ, ഇത് പിടിച്ചോ. രാജു ടൈപ്പ് ചെയ്തു. ഇല്ല. എവിടെ നോക്കട്ടെ? അത് ടീച്ചർ,